ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാധാരണഗതിയിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ട്രാൻസ്ഫറുകൾ, പ്രീ സീസൺ, ഡ്യൂറൻ കപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ വളരെയധികം എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ നിലവിലെ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് വരാൻ പോകുന്ന സീസണിൽ ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. റീസെൻ്റ്ലി FSDL അവർ ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ISL നടത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല അവരുള്ളതെന്നും ഒരു ഹോൾഡ് സിറ്റുവേഷനിലാണെന്നും അവർ പറയുന്നുണ്ട്. അതേസമയം AFF ആണെങ്കിൽ എല്ലാം പെട്ടെന്ന് ശരിയാക്കും, വളരെ പെട്ടെന്ന് ISL റീസ്റ്റാർട്ടിലേക്ക് പോകും എന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾക്കാണ് ചാൻസ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ ISL നല്ല രീതിയിൽ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സീസൺ ക്യാൻസലിലേക്ക് പോകും. അത് എത്രത്തോളം അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ഈ രണ്ട് സെനാരിയോസ് അല്ലെങ്കിൽ ഈ രണ്ട് സിറ്റുവേഷൻസ് ആണുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ISL ക്ലബ്ബുകളുടെ അപ്രോച്ചാണ് നിലവിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു ചർച്ച ആവശ്യം. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അവിടെയാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അവരുടെ സൈനിങ്സ് ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും എല്ലാം ഒരു ഹോൾഡ് സിറ്റുവേഷൻ. ISL FSDL എങ്ങനെ ഹോൾഡ് ചെയ്തോ അതുപോലെ സൈനിങ്സ് കേരള ബ്ലാസ്റ്റേഴ്സും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ബോധർ ചെയ്യുന്നത് മറ്റ് ടീമുകൾ, ISL തന്നെ മറ്റ് ടീമുകളായിട്ടുള്ള FC ഗോവ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ടീമുകളൊക്കെ അവർ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ആക്റ്റീവാണ്. അവരുടേതായിട്ട് റൂമേഴ്സ് വരുന്നുണ്ട്, പ്ലേയേഴ്സിന് ഒഫീഷ്യലി സൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഈ പറഞ്ഞ പോലെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഇപ്പുറത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നില്ല എന്നുള്ളത് പോട്ടെ, ഇവിടെ ഉള്ള പ്ലേയേഴ്സിനെ തന്നെ നിലനിർത്താൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ടീമിന് സാധിക്കാത്തൊരവസ്ഥയാണ്. റീസെൻ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ഹേസൂസ് ഹിമെനസ് ടീം വിട്ടിട്ടുണ്ട്. സോ നിലവിലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റുള്ള വിദേശ താരങ്ങളെന്ന് പറയുന്നത് ലൂണ, ലെഗട്ടോർ, അതുപോലെ തന്നെ നോവ സദോ ആണ്. പുതുതായിട്ട് ആരെയും സൈൻ ചെയ്തതായിട്ടോ നോക്കുന്നതായിട്ടോ ഒന്നും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതേസമയം നിലവിലുള്ള ഇനി ബാക്കിയുള്ള പ്ലേയേഴ്സിനോട് പോലും ടീം വിടണമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നോക്കണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു അനുവാദവും ടീം കൊടുത്തു എന്നുള്ളത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റൂമേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇവിടെ പ്രധാനമായിട്ടും കേൾക്കുന്ന വിമർശനം എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സൈനിങ്സ് നിർത്താനും. ഇത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സ്ഥിരം പരിപാടിയാണ്. മറ്റുള്ള ടീമുകൾ ആക്റ്റീവ് ആകുമ്പോൾ ഇവിടെ വളരെ കുറച്ച് ടീമുകൾ മാത്രമാണ്. ISL ബോട്ടം ഓഫ് ദ ടേബിളിൽ നിൽക്കുന്ന ടീമുകളൊക്കെയാണ് പൊതുവെ ഇപ്പോൾ ISL ഈ സൈനിങ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുള്ളത്. സോ ആ കാറ്റഗറിയിലേക്കാണ് ബ്ലാസ്റ്റേഴ്സും പോകുന്നത് എന്നുള്ളതാണ് പലരുടെ അഭിപ്രായം. സോ ഇതിനൊക്കെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒപ്പീനിയനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിലവിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു തണുപ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനുള്ള ചീത്തപ്പേരൊക്കെ തന്നെയാണ്. സസ്റ്റൈനബിലിറ്റി, വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമുക്കറിയാം. സോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ISL ഓൾറെഡി നടക്കില്ല എന്നുള്ളത് ഏകദേശം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് പല തീരുമാനങ്ങളും ബ്ലാസ്റ്റേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക്കിലേക്ക് പോകാനോ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനോ ഫോറിൻ പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യാനോ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഇൻറ്റൻഷനും ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നില്ല. സോ ഇവിടെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ആ ഒരു ലാക്ക് ഓഫ് അംബീഷൻ, അല്ലെങ്കിൽ ലീഗ് കളിക്കണം, ആ ഒരു ലീഗിൽ കപ്പടിക്കണം, ആ ഒരു ടൈപ്പ് ഓഫ് ഒരു മെൻറ്റാലിറ്റി കുറച്ച് സീസണലായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ISL മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള ടൂർണമെൻറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ISL എന്ന് പറയുന്ന ടൂർണമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ടൂർണമെൻറ്റിനൊന്നും യാതൊരു തരത്തിലുള്ള വിലയും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഡ്യൂറൻ കപ്പ് നോക്കുകയാണെങ്കിൽ ഈ സീസണിലെ ഡ്യൂറൻ കപ്പ് അത് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഷെഡ്യൂൾസ് വന്നു കഴിഞ്ഞു. ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ISL നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ടീമുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ചില ടീമുകളുടെ റിസോർട്ട് ടീമാണ്. പക്ഷേ എങ്കിലും ആ ഒരു ഡ്യൂറൻ കപ്പ് കളിക്കാനും പ്ലേയേഴ്സിന് ആ ഒരു ഗെയിം ടൈം കൊടുക്കാനും ടീമുകൾ തയ്യാറായിട്ടുണ്ട്. ഈ പറഞ്ഞ സിറ്റുവേഷൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, എല്ലാം സ്മൂത്തായിട്ട് നടക്കുകയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഡ്യൂറൻ കപ്പിലെ ഒരു ഫുൾ സ്ക്വാഡ് ഫോറിൻ പ്ലേയേഴ്സിനെയൊക്കെ ഫുള്ളി സൈൻ ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഇവിടെ നമുക്ക് മറുവശമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുന്ന പല ടീമുകളും അവരുടെ സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് ഈ മാച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാവലിംഗ്, അതുപോലെ തന്നെ ട്രെയിനിങ് ഫെസിലിറ്റി തുടങ്ങിയ എക്സ്പെൻസ് ഒന്നും അവർക്ക് അധികം വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ടീമുകൾക്ക് അത് കുറച്ചുകൂടി സൂട്ടബിൾ ആണ് ആ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ട്രോഫികളുടെ കൂമ്പാരമൊന്നുമില്ല ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള റിസ്കുകൾ ഒഴിവാക്കി അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴും ഇതൊന്നും ഈ സീസണിലെ മാത്രം കാര്യമല്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് നിരാശയുള്ളത്. അപ്പോൾ മറ്റ് ടീമുകളുടെ കാര്യം പറയുമ്പോൾ FC ഗോവയുടെ റൂമേഴ്സ് വരുന്നുണ്ട്, ബംഗളൂരു FC സൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഓൾറെഡി അവരുടെ സ്ക്വാഡ് അനൗൺസ് ചെയ്ത് ഡ്യൂറൻ കപ്പിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അവർ ISL മാത്രമല്ലാതെ മറ്റ് ടൂർണമെൻറ്റുകൾ കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്യൂറൻ കപ്പ് ആണെങ്കിലും സൂപ്പർ കപ്പ് ആണെങ്കിലും അത് ജയിച്ചിട്ട് AFC കളിക്കുന്ന, AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. FC ഗോവയ്ക്കാണെങ്കിൽ അവർ സൈൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ AFC കളിക്കാനാണെന്നുള്ള ഒരു കാര്യം കൂടി പറയാം. പക്ഷേ നമുക്ക് പിന്നെ ദൈവം സഹായിച്ച് ആ ഒരു ടൂർണമെൻറ്റ് കളിക്കാനുള്ള ഒരു എലിജിബിലിറ്റി കൂടി ഇല്ല. സോ ഇവിടെ നമ്മൾ ISL മാത്രം പ്രാധാന്യം കൊടുത്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തിരിച്ചടികളാണ് ഈ രീതിയിലൊക്കെ വരുന്നത്. സപ്പോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ സൂപ്പർ കപ്പിൽ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയോ അല്ലെങ്കിൽ AFC ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഹേസൂസിനെയൊക്കെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് അദ്ദേഹം ടീം വിട്ടു പോയതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മെയിൻ കാരണം ഇവിടെ എന്താണ്, ഇവിടെ മാച്ച് ടൈം ഇല്ല, ഇനി കളി ഉണ്ടാവോ, ഡ്യൂറൻ കപ്പ് ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു. നമുക്ക് AFC കളിക്കാൻ AFC ക്വാളിഫിക്കേഷൻ ഇല്ല, ISL നടക്കുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അപ്പോൾ അവിടെ അദ്ദേഹത്തിന് മറ്റൊരു ടീം നോക്കുന്നതിൽ നമുക്ക് വലിയ തെറ്റൊന്നും പറയാനില്ല, അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഡ്യൂറൻ കപ്പ് കളിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഫുൾ സ്ക്വാഡ് അല്ലെങ്കിൽ എല്ലാ ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് നിലവിലെ
സിറ്റുവേഷനിലായിട്ട് പറയുന്നത്. എല്ലാ പ്ലേയേഴ്സിനും സൈൻ ചെയ്ത് ഡ്യൂറൻ കപ്പ് ഈ സീസണിൽ കളിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കുമില്ല. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്, ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ട്, അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഡ്യൂറൻ കപ്പ് കളിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ജൂലൈ അവസാനം ഓഗസ്റ്റ് ആ ഒരു പകുതിയൊക്കെ ആകുമ്പോഴവരെ നമുക്ക് ആ ഒരു ഡ്യൂറൻ കപ്പ് നീണ്ടുപോകും. അതിനൊക്കെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലേയേഴ്സിന് വീണ്ടും ഇവിടെ ISL കളിക്കാൻ പറ്റും. സോ അവരങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആൻഡ് ഇനി സൈനിങ്സിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ മറ്റുള്ള ടീമുകൾക്ക് ഈ പറഞ്ഞ പോലെ AFC കപ്പൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പ്ലേയേഴ്സിനോട് എത്തിക്കാനൊക്കെ പറ്റും. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു സംഭവം സാധിക്കില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഉള്ള പ്ലേയേഴ്സിനെ കൂടി നമ്മൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഒരു അവസാനമൊക്കെ ആകുമ്പോഴേക്കും ISL സ്റ്റാർട്ട് ആവാനുള്ളൊരു തീരുമാനം വരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ട്രാൻസ്ഫർ വിൻഡോ ഓൾമോസ്റ്റ് എൻഡ് ആവുന്നു. അവിടെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള പ്ലേയേഴ്സ് കോച്ചിൻ്റെ ശൈലിക്ക് ആപ്റ്റ് ആവും. ഇപ്പോൾ ഹെസൂസ് പോകുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് കറ്റാലയുടെ സിസ്റ്റത്തിൽ അദ്ദേഹം സൂട്ടബിൾ അല്ല, അതുകൊണ്ട് പോയത് നന്നായി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അതൊരു സൈഡിലേക്ക് വെക്കാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, അവസാന നിമിഷം ഈ പറഞ്ഞ ISL ഓണായി, ട്രാൻസ്ഫർ മാർക്കറ്റ് അടച്ചു. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒരു സ്ട്രൈക്കറിനെ കണ്ടെത്തുക, വീണ്ടും ആ ഒരു ക്വാളിറ്റിയുള്ള സ്ട്രൈക്കറിനെ എത്തിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ സൈനിങ് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ഉള്ള പ്ലേയേഴ്സിനെ നിർത്താൻ വേണ്ടിയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ട്രൈ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഡ്യൂറൻ കപ്പ് കളിക്കുക എന്നുള്ളത്. സോ ഇവിടെ ഇനി അതും പോട്ടെ, നമുക്ക് ഈ പറഞ്ഞ പോലെ റിസോർട്ട് ടീമിനെയോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിനെങ്കിലും വിട്ടിരുന്നെങ്കിൽ അവിടെയും നമുക്കൊരു പ്രീ സീസൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇനിയിപ്പോൾ ISL തുടങ്ങിയാൽ തന്നെ ഒരു ഡിലേ ആയിട്ട് ISL സ്റ്റാർട്ടായി നമ്മൾ എങ്ങനെയും തട്ടിക്കൂട്ടൊരു ടീം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ഗെയിം ടൈം ഇല്ല, പ്രോപ്പറായിട്ട് പ്രീ സീസൺ ഇല്ല, ഒരു വലിയ ബ്രേക്കിന് ശേഷം അവർ കളിക്കുന്നു, അതിൻ്റെ ഇഞ്ചുറി കൺസേൺസ് അതെല്ലാം ഇരട്ടിയായിട്ട് നമ്മളവിടെ വരും. സോ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നൊരു കാര്യം, നമുക്ക് റിസർവ് ടീമിനെയോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഡ്യൂറൻ കപ്പ് കളിക്കാൻ മാക്സിമം നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെങ്കിലും ഒരു ഗെയിം ടൈം അവൈലബിൾ ആക്കി കൊടുക്കാൻ ഈ ഒരു ഡ്യൂറൻ കപ്പ് നമ്മളെ സഹായിച്ചേനെ. പക്ഷെ അത് നമ്മൾ വീണ്ടും അമിതമായുള്ള ചിലവ്, ആവശ്യമില്ലാത്ത ചിലവ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്യൂറൻ കപ്പ് കളിച്ചിട്ട് നമ്മൾ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ISL നടന്നില്ലെങ്കിലോ എന്നുള്ള ആ ഒരു നെഗറ്റീവായിട്ട് അത്രയും ചിന്തിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ഡ്യൂറൻ കപ്പ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. സോ നമ്മളിവിടെ ISL മറ്റ് ടീമുകളൊക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ മോഹൻ ബഗാനോ ബംഗളൂരു FCയോ അങ്ങനെ വലിയ ടീമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എടുക്കാം. നമ്മളെക്കാൾ മോശം സിറ്റുവേഷനിൽ, നമ്മളെക്കാൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ ഡ്യൂറൻ കപ്പ് അടിക്കുന്നത്. ആൻഡ് റീസെൻ്റ്ലി അവർ ഓൾമോസ്റ്റ് സൈനിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫോറിൻ പ്ലേയേഴ്സിനൊക്കെ എത്തിച്ചു, ഡ്യൂറൻ കപ്പിന് തയ്യാറെടുക്കുന്നുണ്ട്. അത് അവരുടെ പ്ലേസിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. എങ്കിൽ പോലും അവരുടെ ഒരു മെൻറ്റാലിറ്റി നോക്കുക, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുക, ആ ഒരു അംബിഷൻ നോക്കുക. ഓൾറെഡി അവരുടെ ഈ പറഞ്ഞ ISLുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ അവരുടെ CEO പറഞ്ഞൊരു കാര്യം, ISL ഒന്നല്ലെങ്കിൽ ഡിലേ ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ആവാം. പക്ഷെ അത് അവരിപ്പോൾ ബോധർ ചെയ്യുന്നില്ല. കറൻ്റ്ലി ഫോക്കസ് എന്ന് പറയുന്നത് അവർക്കുള്ള ഡ്യൂറൻ കപ്പ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ആ ഡ്യൂറൻ കപ്പിന് കൊടുക്കുന്ന വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു കപ്പ് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ, ആ ഒരു ടൂർണമെൻറ്റ്, അവിടെ നമ്മൾ വിൻ ചെയ്യുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ്, അത് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവർ അത്രയും മുൻതൂക്കം കൊടുത്ത് ആ ഒരു ഡ്യൂറൻ കപ്പിൽ ഫുൾ സ്ക്വാഡ് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത സിറ്റുവേഷനിൽ പോലും നമുക്ക് ആ ഒരു ഡ്യൂറൻ കപ്പിന് അത്രയും വാല്യൂ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കപ്പ് അടിക്കണം, ISL അല്ലാത്ത മറ്റൊരു ടൂർണമെൻറ്റിൽ ഇറങ്ങണം എന്നുള്ളൊരു ട്രൈ പോലും ഇല്ല, ആ ഒരു ശ്രമം പോലും നമ്മുടെ ടീമിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നിരാശ എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് കോമ്പറ്റീഷനൊക്കെ ജയിച്ച് നിൽക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ശരി സമ്മതിക്കാം. പക്ഷേ ഇത് ഒന്നുമില്ലാതിരുന്നിട്ടും നമ്മൾ വീണ്ടും ഒന്നിനും വേണ്ടി ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഏറ്റവും വേസ്റ്റ് കേസ് ഇമാജിൻ ചെയ്ത് ISL നടക്കില്ല. സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെ മാക്സിമം വെറുപ്പിക്കാതെ അവരെ പറഞ്ഞു വിടുക, അനാവശ്യമായുള്ള എക്സ്പെൻസിലേക്ക് പോയിട്ട് ടീമിന് ബാധ്യത വരുത്താതിരിക്കുക. ഇങ്ങനെ ഏറ്റവും മോശമായിട്ട് ചിന്തിച്ച്, ഏറ്റവും നെഗറ്റീവായിട്ട് ചിന്തിച്ച്, ഏറ്റവും സേഫായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളത് നോർത്ത് ഈസ്റ്റ് പോലെ ടീമുകൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലും അവർക്ക് ഇത്രയും സൈനിങ്സ് കംപ്ലീറ്റ് ചെയ്ത് ഡ്യൂറൻ കപ്പ് ഇറങ്ങാൻ പറ്റുമെങ്കിൽ, നമുക്കൊരു സ്മൂത്തായുള്ള സീസണിൽ നമുക്കതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മളതിനെ ശ്രമിക്കാത്തതുകൊണ്ട് തന്നെയാണ്, നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടും അല്ല. സോ അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന് നോർത്ത് ഈസ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്ത് തന്നെയായാലും ISLിന് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഒരു നല്ല സ്ക്വാഡ് ഉണ്ടാക്കാൻ പറ്റുമോ, പ്രീ സീസൺ കിട്ടുമോ, പ്ലേയേഴ്സിന് ഗെയിം ടൈം കിട്ടുമോ, പ്ലേയേഴ്സൊക്കെ റെഡി ആയിരിക്കുമോ, അതൊന്നും നമുക്കിപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല. അതൊന്നും ബ്ലാസ്റ്റേഴ്സ് ചിന്തിക്കുന്ന പോലുമില്ല. ISL നടക്കില്ല. സോ പ്ലേയേഴ്സിനെ മാക്സിമം റിലീസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ മാക്സിമം സൈൻ ചെയ്യാതെ സേഫ് ആയിട്ടിരിക്കുക, അത് മാത്രമേ അവരുടെ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് ഉള്ളൂ എന്നാണ് നിലവിൽ തോന്നുന്നത്. എന്തായാലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും അവസാനം സീസൺ അവസാനിക്കുമ്പോൾ, എങ്ങാനും ISL നടന്ന സീസൺ അവസാനിക്കുമ്പോൾ ഈ ഒരു ന്യായീകരണമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ISLൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ISL നടക്കോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സീസൺ കുളമായതെന്നുള്ള ആ ഒരു ലൊട്ടിലൊടുക്ക് ന്യായമായിട്ട് വരരുത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. സോ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവൈലബിൾ ആയുള്ള റിസോഴ്സൊക്കെ വെച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഷെയർ ചെയ്യുള്ളത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.